അമൃത റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സിമ്പോസിയം ഫോർ എക്സലൻസി എറൈസ് 2025 തുടക്കമായി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന സിമ്പോസിയം സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശത്തോടെയാണ് ആരംഭിച്ചത്. നെറ്റാപ്പ് വൈസ് പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ വാസന്തി രമേശ്, യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ട റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ വിഭാഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശശാങ്ക് പ്രിയ എന്നിവർ മുഖ്യാതിഥികളായ ചടങ്ങിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിലെ പ്രൊഫസർ ഡോക്ടർ MK അരുണാചലം, കേസ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡോക്ടർ വിപിൻ ചൗധരി, അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കട് രംഗൻ, പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, ഡോക്ടർ ഗീതാകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ കാലഘട്ടത്തിനാവശ്യമായ നൂതനാശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സർവകലാശാലയിലെ ഗവേഷകർക്ക് പരിശീലനം നൽകുന്നതിനുമായി സംഘടിപ്പിക്കുന്ന സിമ്പോസിയത്തിൽ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ഗവേഷകർക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അക്കാദമിക രംഗത്തെ വിദഗ്ധരും ഗവേഷകരും ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 75ഓളം പ്രഭാഷകർ പങ്കെടുക്കുന്ന സിമ്പോസിയത്തിന്റെ ഭാഗമായി പ്രഭാഷണ പരമ്പരകൾ, ശില്പശാലകൾ, അക്കാദമിക പ്രദർശനങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, പരിശീലന പരിപാടികൾ എന്നിവയും നടക്കും. 3-ാം ദിവസമായ ഏപ്രിൽ 4-ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിവിധ നേട്ടങ്ങൾ കൈവരിച്ച ഗവേഷകരെ ആദരിക്കും. 15-ലധികം മേഖലകളിലായി മികച്ച നേട്ടം കൈവരിച്ച ഗവേഷകരെയാണ് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി പങ്കെടുക്കുന്ന ചടങ്ങിൽ അനുമോദിക്കുന്നത്. സ്റ്റാൻഫോർഡ് സർവകലാശാല തിരഞ്ഞെടുത്ത ലോകത്തിലെ മികച്ച 2% ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അമൃത സർവകലാശാലയിലെ അധ്യാപകരെയും ഗവേഷകരെയും ചടങ്ങിൽ അനുമോദിക്കും. സർവകലാശാലയിലെ 27 പേരാണ് ഈ വർഷത്തെ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊല്ലം.